ഇതുപോലെ ഒറ്റയ്ക്കൊരു ജീവിതം എനിക്ക് ആദ്യമൊക്കെ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എനിക്കത് ശീലമായി. ഒരു ഫുള്ളി എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഞാൻ, അതായത് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ. നിങ്ങൾ 3 പെൺകുട്ടികളായതുകൊണ്ട് വീട്ടിലാണെങ്കിൽ അങ്ങനത്തെ രീതിക്ക് വളർത്തിയത്. ഒരു ആൺകുട്ടികളെ എങ്ങനെയാണോ പുറത്ത് പോവാറ്, വീട്ടിലെ സാധനങ്ങൾ മേടിക്കാനാണെങ്കിലും അവനവൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഓടിച്ചാടി നടന്നിരുന്ന ഞാൻ പെട്ടെന്നൊരു ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി 4 ചുമരുകൾക്കുള്ളിലായി. എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഞാൻ സ്റ്റക്കായിട്ടുണ്ടടാ. ആദ്യമൊക്കെ നാട്ടിൽ പോയാൽ മതിയായിരുന്നു തോന്നി. പക്ഷെ ഇപ്പോൾ നാട്ടിൽ പോകാൻ ഇഷ്ടമല്ല. ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ കട്ട് ചെയ്യാൻ കാരണം അവരെൻ്റെ ലൈഫിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചാലോ എന്നുണ്ട് ചെറിയൊരു പേടിയുണ്ട്. എനിക്ക് എന്നോട് തന്നെ ഒരു അത്ഭുതം തോന്നിയ കാര്യമാണ്, ഞാൻ ചെടികളൊക്കെ വളർത്താൻ തുടങ്ങി. ചെടികളോടൊന്നും പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളല്ലായിരുന്നു ഞാൻ. പ്രത്യേകിച്ച് ചിന്തകളൊന്നും ഇല്ലാണ്ട് ഞാൻ എന്നെ തന്നെ മറന്നു നിൽക്കുന്നൊരു ടൈമാണ് കേട്ടോ ഇവരെ കെയർ ചെയ്യുന്ന ആ സമയം. പ്രത്യേകിച്ച് പരിഭവങ്ങളൊന്നും ഇല്ലാണ്ട് ഞാൻ പറയുന്ന എല്ലാം കേട്ട് തന്നോളൂ. ഇനി വല്ലാണ്ട് എന്നോട് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എനിക്കൊരു പുതിയ ഇല അങ്ങ് തരും. ഉറങ്ങി എണീറ്റിട്ടുണ്ടെങ്കിൽ ഒരു ചായ മസ്റ്റാണ്. അതുണ്ടെങ്കിൽ മോർണിംഗ് സ്റ്റാർട്ടാവോ എന്ന് വിചാരിക്കും. ഉച്ചയ്ക്കാണ് എണീക്കുന്നതെങ്കിൽ ഉച്ചയ്ക്കാണ് എൻ്റെ മോർണിംഗ് ചായ. ചായ ഇല്ലാത്ത പരിപാടിയില്ല. ഇടയ്ക്ക് എന്നോട് പറയാണ്ട് എൻ്റെ മനസ്സിൻ്റെ ഒന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ച് കൊണ്ടുവരിക ചായ കാണിച്ചിട്ടാണ്. അതായത് ചായ കുടിക്കുമ്പോൾ എൻ്റെ സ്ട്രെസ്സെല്ലാം കുറയുന്ന പോലെ എനിക്ക് ഫീൽ ആവാറുണ്ട്. ഒരു തരം അഡിക്ഷൻ എന്ന് തന്നെ പറയാം. അറിയാം, പിന്നെ എന്തെങ്കിലും അഡിക്ഷൻ വേണ്ടേ. എനിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്നുള്ളൊരൊറ്റ ലക്ഷ്യത്തിൽ തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീട്ടിലേക്ക് വിളിച്ചാൽ പോലെ. ഇല്ല, അമ്മയും അച്ഛനും വർക്കിംഗ് ആണ്. അത് കാരണം അവർ ബിസി ആവുന്ന സമയത്ത് ഞാനിവിടെ ഫ്രീ ആണ്. അവരവരുടെ പണിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വന്ന് എന്നെ വിളിക്കാമെന്ന് വിചാരിക്കുമ്പോൾ എനിക്കിവിടെ 4 മണി തൊട്ട് 8:30 വരെ ക്ലാസ്സാണ്. പക്ഷേ ഈ ഒറ്റയ്ക്കുള്ള സഹവാസം ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്കതങ്ങ് ശീലമായി. ഇതേ ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയിട്ടുള്ള ഒരു ഹാബിറ്റാണ് കേട്ടോ അത്. എൻ്റെ പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ലാപ്പ് നേരെ അങ്ങ് എടുത്തു കൊണ്ടുവരും. എന്നിട്ട് അതിലെന്തേലുമൊക്കെ ഒന്നിടും. എന്താണ് പ്ലേ ചെയ്യുന്നത് ചോദിച്ചാൽ ഒരു ഐഡിയ ഇല്ല. വർക്കിംഗ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും എൻ്റെ ബോധേടല്ല. UAE വന്നതിന് ശേഷം 2 വർഷമായി ജോലി നോക്കുന്നു. ഒന്നും സെറ്റാവുന്നില്ലടേ. ഇവിടുത്തെ എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞ് സിംപ്ലി നമ്മളങ്ങ് റിജക്റ്റ് ചെയ്യാണ്. റിജക്ഷൻ എന്തെന്നുള്ളത് അടിപൊളിയായിട്ട് അനുഭവിക്കാൻ തുടങ്ങി. വലിയൊരു കരിയർ ഗ്യാപ്പ് വരുന്ന സമയത്ത് എൻ്റെ കണ്ടൻറ് നോളജും പോവുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ഓൺലൈൻ ട്യൂട്ടറിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയത്. പിന്നെ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഞാനൊരു ചെറിയ ഇൻകം ഉണ്ടാക്കുന്നുണ്ട്, വെറുതെ ഇരിക്കില്ല എന്നുള്ള തോട്ട്. ഇനി എനിക്കൊരു ജോലി റെഡി ആവുകയാണെങ്കിൽ രാവിലെ പോയി രാത്രി വന്ന് അങ്ങ് കിടക്കണം. അത്രയും ടയേർഡായി കിടന്നിട്ട് പിന്നെ രാവിലെ എണീറ്റ് പണിക്ക് പോകണം. അങ്ങനത്തെ ഒരു പണി കിട്ടാനാണ് എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ഒഴിവ് സമയങ്ങൾ കണ്ടു. ഇനി എനിക്ക് ഒഴിവ് സമയങ്ങളൊന്നും വേണ്ട. ബിസി, അത്രയും ബിസി. ഒന്നിനെ പറ്റി ചിന്തിക്കാൻ കഴിയാത്തൊരു. എന്നെപ്പോലെ ചിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ എന്നെപ്പോലെ ജീവിക്കുന്നവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കൂടെ കൂടാം.